ഹോം സണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സെറ്റ് ടോപ്പ് ബോക്സുകൾ വന്നിട്ടുണ്ട്. ഫ്രീ ടു എയറായി നമുക്ക് ഡിഷ് ആൻറ്റിന ഉപയോഗിച്ച് ചാനലുകൾ കാണാൻ സാധിക്കുന്ന FTA HD സെറ്റ് ടോപ്പ് ബോക്സ്. സോളിഡ് കമ്പനിയുടെ 8181 Pro മോഡൽ HEVC സെറ്റ് ടോപ്പ് ബോക്സാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, 5G ഇഷ്യൂ വന്നതോടുകൂടി സി ബാൻഡ് ഉപഭോക്താക്കൾ ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിരിക്കുകയാണ്. പല ആളുകളും 5G LNB ഉപയോഗിച്ച് 5G ഫിൽറ്റർ LNB ഉപയോഗിച്ച് ചാനലുകൾ കാണുന്നുണ്ട്. 5G ഫിൽറ്റർ LNB ഉപയോഗിക്കുക അല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല. എന്നാൽ 5G ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പഴയ LNBകൾ ചാനൽ കിട്ടുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ 5G ഫിൽറ്റർ LNB കൊറിയറായി അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ നമ്മളെ അടുത്തുള്ള പരിസര സ്ഥലങ്ങളിലൊക്കെ സി ബാൻഡ് ഉപഭോക്താക്കൾക്ക് 5G LNB ഫിറ്റ് ചെയ്തുകൊണ്ട് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബോക്സ് കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്കും പുതിയ ബോക്സ് മാറാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു ബോക്സ്, ഇപ്പോൾ പുതുതായിട്ട് വന്ന ഈ ബോക്സ് കമ്പനിയിൽ നിന്നും സോളിഡിൻ്റെ ഒറിജിനൽ ബോക്സുകളാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. സോളിഡ് 2100 Pro എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ആദ്യം കമ്പനി ഇറക്കിയിരുന്നു. 2100 Pro ബോക്സിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഈ ബോക്സ്. ഇതിൻ്റെ മെറ്റൽ ബോഡി ബോക്സാണ് വരുന്നത്. ഇത് വലിയ ബോക്സാണ്. സോളിഡിൻ്റെ നമുക്കറിയാം മിനി ബോക്സുകൾ ഒരുപാടുണ്ട്. മിനി ബോക്സുകളും റിമോട്ടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. തീരെ ക്വാളിറ്റി ഇല്ലാത്ത ബോക്സുകളും ഉണ്ട്. ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോക്സ് ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്നിച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തത്. വലിയ ബോക്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. 2100 Pro വന്നതുപോലെ തന്നെ കളർ ചേഞ്ച് വരുത്തിയിട്ട് വൈറ്റ് ബോഡിയാണ് ഇതിന് വരുന്നത്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഡാമേജ് വരാതെ. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് HDMI കേബിൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള HDMI കേബിളാണ്. മുമ്പൊക്കെ നമുക്ക് AV കോഡായിരുന്നു വന്നിരുന്നത് പഴയ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ HDMI കേബിളാണ്. പിന്നീട് നല്ലൊരു അഡാപ്റ്റർ, നല്ല ക്വാളിറ്റിയുള്ള, ഇപ്പോൾ സൺ ഡയറക്റ്റ് DTHനൊക്കെ വരുന്ന ഒരു മോഡൽ, ആ മോഡലിലാണ് അഡാപ്റ്റർ വന്നിട്ടുള്ളത്. നല്ല അത്യാവശ്യം വെയിറ്റും നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ബോക്സ് എന്നെ ആകർഷിച്ചത്. പിന്നെ റിമോട്ടും തന്നെ എടുത്തു പറയേണ്ടതാണ്. റിമോട്ട് സ്ലിം റിമോട്ടല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, തിക്നെസ് ഉള്ള, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാത്ത റിമോട്ടാണ്. സെറ്റ് ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് എന്തൊക്കെ പോർട്ടുകളാണ് ഉള്ളത് നോക്കാം. നമുക്ക് ഡിഷ് ആൻറ്റിന കണക്ട് ചെയ്യാൻ LNB ഇന്ന് പോർട്ടുണ്ട്. അതുപോലെ USB പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാനും ഫയലുകൾ, മൂവീസൊക്കെ പ്ലേ ചെയ്യിക്കാനുള്ള USB പോർട്ടുണ്ട്. HDMI പോർട്ടുണ്ട്. പിന്നീട് വരുന്നത് AV കോയാക്സിൽ ഔട്ട് വരുന്നുണ്ട്, ഡിജിറ്റൽ ഓഡിയോ ഔട്ട്. പിന്നീട് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാവുന്ന പവർ വരുന്നുണ്ട്. ഈ ബോക്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. 2100 Pro വന്നതിനേക്കാളും ഓപ്ഷനും ക്വാളിറ്റിയും വരുന്നുണ്ട്. റിമോട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വൈറ്റ് കളറിനെയാണ് റിമോട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു റിമോട്ടാണ്. 3A ബാറ്ററി ഇടാവുന്ന രീതിയിലുള്ള റിമോട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ റിമോട്ടുകൾ കസ്റ്റമേഴ്സിന് എക്സ്ട്രാ റിമോട്ട് കയ്യിൽ വെക്കണമെന്നുണ്ടെങ്കിൽ റിമോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റിമോട്ട് അധികം കമ്പനിയിൽ നിന്നും ഒറിജിനൽ റിമോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. 1-2 റിമോട്ട് കയ്യിൽ വെക്കുന്നത് നന്നാവും. റിമോട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ കിട്ടാൻ ബുദ്ധിമുട്ടാവും പിന്നീട്. അതുകൊണ്ട് ബോക്സ് വാങ്ങിക്കുന്ന ആളുകൾ ഒരു റിമോട്ട് എക്സ്ട്രാ വാങ്ങിക്കാൻ ശ്രമിക്കുക.
സെറ്റ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ 2600 പ്രോ മോഡൽ സോഫ്റ്റ്വെയർ തന്നെയാണ്. മൊണ്ടേജ് ചിപ്സെറ്റ് വരുന്ന ഒരു ബോക്സാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വീക്ക് സിഗ്നലും സ്റ്റില്ലില്ലാതെ കാണാവുന്നതാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ മോഡലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2100 പ്രോ ബോക്സിനും ഇതേ റിമോട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, സൂട്ടബിളാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിന്ന് ഇതിൽ ട്യൂൺ ചെയ്യാൻ പോകുന്നത് ദൂരദർശനാണ്. ദൂരദർശൻ DD ഫ്രീ ഡിഷ് നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. KU ബാൻഡിലുള്ള 93.5 KU ബാൻഡ് ചാനലുകൾ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. മൊണ്ടേജ് ചിപ്സെറ്റ് വരുന്ന ഒരു ബോക്സ് ആയതിനാൽ ഇത് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് പിടിക്കുന്നതിന് ഉപകാരപ്പെടും. ചെറിയ വീക്ക് DP ആണെങ്കിൽ നമുക്ക് സ്റ്റില്ലില്ലാതെ കാണാവുന്നതാണ്. ഔട്ട് ഓഫ് കവറേജ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ ടെക്നീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 80 എക്സ്പ്രസ്, അതുപോലെ യാസാറ്റ് 52, ഇതിലൊക്കെ വീക്ക് TPകൾ കുറഞ്ഞ സിഗ്നലിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റില്ലില്ലാതെ കാണാവുന്നതാണ്. മറ്റു ബോക്സുകളെ അപേക്ഷിച്ച് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ബോക്സാണിത്. ഇപ്പോൾ ദൂരദർശൻ്റെ DTHൽ നമുക്ക് 441 FTA ചാനലുകൾ വന്നിട്ടുണ്ട്. നമുക്ക് DD സ്പോർട്സിൻ്റെ HD ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് താഴെ കാണാം, അത്യാവശ്യം നല്ല സിഗ്നൽ എടുക്കുന്നുണ്ട്. 1080 പിക്ചർ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. HD HEVC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബോക്സ് ആണ്. ഏതെങ്കിലും സാറ്റലൈറ്റിൽ നമുക്ക് HD ചാനലുകൾ ഫ്രീ ആയിട്ട് FTA ഉണ്ടെങ്കിൽ നമുക്കതും ട്യൂൺ ചെയ്ത് എടുക്കാവുന്നതാണ്. SD ചാനലുകളും HD ചാനലുകളും ഒക്കെ ട്യൂൺ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ സോളിഡ് 5G ഫിൽറ്റർ LNB ആവശ്യമുള്ള ആളുകളും ബന്ധപ്പെടുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.